ക്ലൈമാക്സിൽ എത്തുന്ന ഗസ്റ്റ് റോളുകൾ ചില സിനിമകളുടെ മൂല്യം വലിയ അളവിൽ കൂട്ടാറുണ്ട്. അത്തരം റോളുകളിൽ നിരവധി ഉദാഹരണങ്ങൾ മലയാളത്തിലുണ്ട്. ഇപ്പോഴിതാ അത്തരത്തിൽ പ്രാധാന്യമുള്ള ഗസ്റ്റ് റോൾ ഉണ്ടായിരുന്ന ഒരു ചിത്രം പല താരങ്ങളുമായി സംസാരിച്ചതിനു ശേഷം ഉപേക്ഷിക്കേണ്ടി വന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഒരു സംവിധായകൻ. കുഞ്ചാക്കോ ബോബനും മുകേഷും കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിച്ച് 2005 പുറത്തിറങ്ങിയ ജൂനിയർ സീനിയർ എന്ന ചിത്രത്തിലെ സംവിധായകൻ ജി ശ്രീകണ്ഠൻ തൻ്റെ ഉപേക്ഷിക്കപ്പെട്ട പ്രോജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഡോക്ടർ എഴുതിയ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഫാന്റസിയാണ്. 3 പെൺകുട്ടികളുടെയും ഒരു അച്ഛൻ്റെയും കഥ. ഇളയ പെൺകുട്ടി ഒരു ഫാന്റസിയിൽ മോഹൻലാൽ വരുന്ന സിനിമ. അതുമായി ബന്ധപ്പെട്ട ജയറാമേട്ടൻ ചേട്ടനെ സമീപിച്ചു. അച്ഛൻ വേഷത്തിൽ അദ്ദേഹത്തെ കണ്ട് കഥ പറഞ്ഞു. ഗസ്റ്റ് അപ്പിയറൻസിൽ ലാലേട്ടനെയാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹത്തെയും കണ്ടു. അദ്ദേഹം ഓക്കെ പറഞ്ഞു. പ്രൊഡ്യൂസർ 10 ലക്ഷം അഡ്വാൻസ് കൊടുത്തു. ജയറാം ചേട്ടൻ നായിക വേഷത്തിൽ വരുന്ന കാര്യവും പറഞ്ഞു. പിന്നീട് ജയറാം ചേട്ടൻ വിളിച്ചപ്പോൾ അത് പതുക്കെയങ്ങ് പിൻവലിഞ്ഞു എന്ന് ശ്രീകണ്ഠൻ പറഞ്ഞു. പിന്മാറാനുള്ള കാരണം എന്തായിരിക്കുമെന്ന ചോദ്യത്തിന് ശ്രീകണ്ഠന്റെ പ്രതികരണം ഇങ്ങനെ: ലാലേട്ടനാണ് ഗസ്റ്റ് അപ്പിയറൻസ് അവസാനമായി വരുന്നത്. ലാലേട്ടനാകും അതിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോകുന്നത് എന്നതായിരിക്കാം കാരണം. ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ലല്ലോ. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളും സമ്മറിൻ ബർത്ത്ഡേയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ സുരേഷ് ചേട്ടനെ സമീപിച്ചു. ഞാനിത് ചെയ്യാം. എനിക്ക് പൈസയൊന്നും വേണ്ട. പക്ഷെ ഞാൻ ആ ഗസ്റ്റ് റോളേ ചെയ്യൂ. ഗസ്റ്റ് റോൾ ഇന്നയാൾ വരുന്നെങ്കിൽ ഞാൻ നായകവേഷം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുകേഷ് ചേട്ടനെ സമീപിച്ചു. ലാലേട്ടനെ ഗസ്റ്റാക്കിയത് കൊണ്ട് തന്നെ നായികവേഷത്തിലേക്കാണ് മുകേഷ് ചേട്ടനെ ആലോചിച്ചത്. പൈസ പ്രശ്നമല്ല, ഇത് ഞാൻ ചെയ്യാമെന്ന് അദ്ദേഹവും പറഞ്ഞു. പക്ഷെ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് മുകേഷ് ചേട്ടൻ മോഹൻലാൽ കോമ്പിനേഷൻ അവരുടെ ബജറ്റ് വർക്കാവില്ലായിരുന്നു. അങ്ങനെയാണ് ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കപ്പെട്ടത് എന്ന് ശ്രീകണ്ഠൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.